ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗൈസ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്തുണ്ട് വിശേഷം? നിങ്ങളുടെ ഓണമൊക്കെ എങ്ങനെയായിരുന്നു? നിങ്ങളുടെ ഓണമൊക്കെ ഞാനാണെങ്കിൽ ഡ്രസ്സ് തുന്നാൻ കൊണ്ടു കൊടുത്തപ്പോൾ അവർ വിഷുവിനുള്ള ഡ്രസ്സ് പോലും തുന്നി തീർന്നില്ല ഇതുവരയ്ക്കും. അത്രയ്ക്ക് പെട്ടെന്നാണ് ഓണം വന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ തിരികെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പുതിയ ഡ്രസ്സൊന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു 5 മണിയൊക്കെ ആയിട്ട് എണീറ്റ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി. പിന്നെ ഒരു 10 മണിയപ്പോഴാണ് എനിക്ക് തോന്നിയൊരു മൂഡ് വന്നത് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു മൂഡ് വന്നാലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും അസൗകര്യങ്ങൾ കാണും അങ്ങനെ. അപ്പോൾ ഇന്ന് എനിക്കിപ്പോൾ 5 മണിക്ക് എണീറ്റുകൊണ്ട് തന്നെ ഭയങ്കര ഉറക്കം. ചില സമയത്ത് 5 മണിക്കൊന്നും എണീറ്റ് എനിക്കൊരു പ്രശ്നവും ഇല്ല കേട്ടോ. പക്ഷേ ഇന്ന് എന്തോ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നേ. അപ്പോൾ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ പാത്രങ്ങൾ ഒത്തിരി കഴുകാനുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴുകി. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് കടലക്കറിയും നല്ല കുറുകുറുത്ത കടലക്കറിയും ദോശയാണ്. ഇതിന് മുന്നേ ഞാൻ കടലക്കറി ഉണ്ടാക്കണതെല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. അതെന്ന് പറയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കടല ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ കടലക്കറിയിൽ കടല വയ്ക്കുമ്പോൾ തന്നെ കടലയും സവോളയും നമ്മുടെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഫിസിൽ കേൾപ്പിച്ചതിന് ശേഷം കുറച്ച് കടലയും തേങ്ങയും കൂടി അരച്ച് ചേർത്ത് നമുക്ക് കടുവറുത്തെടുക്കാം. അതും നല്ല ടേസ്റ്റാണ്. അല്ലാതെ നമുക്ക് കടല വേവിച്ചിട്ട് സെപ്പറേറ്റ് നമ്മൾ ഈ സവോള ഇങ്ങനെ അരിഞ്ഞെടുക്കില്ലേ പാനിൽ വെച്ചിട്ട്, അപ്പോൾ അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ്. എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ക്ഷീണമായി കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഏത്തപ്പഴം കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളവും കൂടി കുടിച്ചു. പിന്നെ കുറച്ച് വെള്ളം ചെടിക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഞാൻ കുടിക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെടിക്ക് ഒഴിച്ചു കൊടുക്കും. പിന്നെ ചെടിയിൽ എന്തെങ്കിലും ഇലയോ പുഴുവോ ഒക്കെ കാണും കേട്ടോ. ഞാൻ അകത്ത് വെച്ചിരുന്ന ഒരു പ്ലാന്റിൽ ഭയങ്കരമായിട്ട് പുഴു വന്നു കേട്ടോ. അപ്പോൾ അതിനെ വെളിയിലെടുത്ത് വെച്ച് പിന്നെ അതെല്ലാം ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കുകയാണ്. പുഴു വന്നാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇലകളെല്ലാം അത് കടിച്ച് തിന്നും. പിന്നെ അത് നന്നായിട്ട് വളരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അത് ഇടയ്ക്ക് ശ്രദ്ധിച്ചോണം. വീടിനകത്ത് വളരുന്ന പ്ലാന്റ്സൊക്കെ അങ്ങനെ. എനിക്ക് ലിവിങ് പ്ലാന്റ്സാണ് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇതാണ് അകത്ത് വെക്കുമ്പോൾ അത് വളരാനൊരു അകത്ത് വെക്കുന്ന ചെടികൾ അത്ര നല്ല കണ്ടങ്ങ് വളരില്ല. എനിക്കൊരു സ്നേക്ക് പ്ലാന്റ്, അങ്ങനെ മണി പ്ലാന്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നന്നായിട്ട് വളരും തോന്നും കേട്ടോ. എൻ്റെ ഡ്രസ്സൊക്കെ മുഷിഞ്ഞു നമ്മൾ ഈ പാത്രം കഴുകുമ്പോഴേ. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ചപ്പാത്തിയും പിന്നെ രാവിലെ ഉണ്ടാക്കിയ കടലക്കറി ഉണ്ടല്ലോ, അപ്പോൾ അതാണ് റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് വെള്ളം കുടിച്ച ബോട്ടിലില്ലേ, അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണേ. സത്യം പറഞ്ഞൊരു 3 മാസം ആയി വാങ്ങിച്ചിട്ട്, 3-4 മാസമാവേ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് വീഡിയോ എടുക്കണം എന്നുള്ള ഇതിൽ ഞാൻ ഉപയോഗിക്കാതെ വെച്ചിരുന്നത്. പിന്നെ ഒരു യാത്ര വന്നു. 4 മാസത്തിന് ശേഷമുള്ള കാര്യമാണ്. അനീഷൊരു യാത്ര വന്നു, അപ്പം എടുക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ എടുത്തിട്ട് 4 മാസവും ഞാൻ വെച്ചിരുന്നു ഒരു വീഡിയോ എടുക്കണം, ഷോർട്സ് ആയിട്ട് എടുത്തിട്ട് കാണിക്കണം എന്ന് പറയുന്നത്. നല്ല ബോട്ടിലാണ്, ഒരു 2 ലിറ്ററിൻ്റെ ബോട്ടിലാണ് കേട്ടോ. നമുക്ക് മറ്റേ ഇതുണ്ട് കേട്ടോ, ഒരു സ്ട്രോ പോലെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കുടിക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ സ്ട്രോ ഇടയ്ക്ക് വയ്ക്കും, ചിലപ്പോൾ മാറ്റും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നല്ല ബോട്ടിലാണ്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുത്തേക്കാവേ, ചെക്ക് ചെയ്ത് നോക്കണേ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, ചപ്പാത്തിക്ക് ഞാൻ മാവ് കുഴച്ച് വച്ച് പിന്നെ എനിക്കിനി ചൂട് വെള്ളം എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന ജഗ്ഗിൽ ഒഴിച്ചിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചിടുമ്പോൾ ഒരു സമാധാനമാണ്. എന്നിട്ട് കുറച്ച് വെള്ളം ഇനി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് അടുത്ത പരിപാടി. ചപ്പാത്തി മാവ് ഞാനൊരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ. ചില സമയത്ത് പെട്ടെന്ന് ഞാൻ കുഴച്ച് വയ്ക്കും, പെട്ടെന്ന് ഉണ്ടാക്കും കേട്ടോ. കാരണം സമയം കാണത്തില്ല, തീരെ സമയം കിട്ടത്തില്ല. ഇന്ന് പിന്നെ സമയം ഉണ്ടായിരുന്നു കേട്ടോ. വലിയ ഷേപ്പൊന്നുമില്ല, എല്ലാം വേറെ വേറെ ഷേപ്പാണ്. നമ്മുടെ മാപ്പിലെ ഓരോരോ സ്റ്റേറ്റും കൺട്രീസും പോലെയാണ് എൻ്റെ ഈ ചപ്പാത്തി കേട്ടോ. ചിലപ്പം സമയം ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നേരെ വരും കേട്ടോ. എനിക്ക് വെപ്രാളത്തിലാണ് ഞാൻ ചെയ്യണത്. കാരണം മോനുവിന് വിശക്കണുണ്ട്. അപ്പോൾ ആൾക്ക് വിശക്കണം എന്ന് ഇടയ്ക്ക് വന്ന് പറഞ്ഞായിരുന്നു. സൈക്കിളായതുകൊണ്ട് ഇങ്ങോട്ട് വന്നില്ല, ഇല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ വേണ്ടി വരും കേട്ടോ. പക്ഷേ കുഴയ്ക്കണം, അവന് പരത്തണം, അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മോനുവിന് പരത്തണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് തന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഡൈനിങ് ടേബിളിൽ പോയിരിക്കും, അമ്മ എടുത്ത് തരാമെന്നേ. അപ്പം നമ്മുടെ കിച്ചൺ ടോപ്പിലോട്ട് വന്നാലേ ചൂടും സംഭവങ്ങളൊക്കെ ഇല്ലേ, അതുകൊണ്ട് എനിക്ക് ടെൻഷനാണ്. അപ്പം ഞാൻ ഡൈനിങ് ടേബിളിൽ കൊടുത്തിട്ട് ഞാൻ പരത്തി കഴിഞ്ഞു. അപ്പം ഒരു കുഞ്ഞുരുണ്ട അവന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അത് പരത്തിക്കൊണ്ടിരിക്കണം. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മൾ ചെയ്യണത് കണ്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഉള്ള ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇതായിരിക്കും. പാത്രം കഴുകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി വലുതാകുമ്പം എന്താവുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോഴും ഈ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പം ഭയങ്കര സന്തോഷത്തോടെ തന്നെ കുത്തിയൊക്കെ എന്തൊക്കെയോ ചെയ്യണുണ്ട്. അങ്ങനെ അവൻ അതിലോട്ട് ഏർപ്പെട്ടു. പിന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ റെഡിയാക്കി കടലക്കറിയും കൂടി കൊണ്ടുവന്ന് അപ്പോൾ അവനും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് രണ്ടുപേർക്കും
കൂടി മിക്കവാറും ഞാൻ ഒരു പ്ലേറ്റ് തന്നെ എടുക്കും. പിന്നെ ഒരു ഓംലേറ്റ് ഉണ്ടാക്കി കേട്ടോ, അവന് മുട്ട വേണം എന്ന് പറഞ്ഞു. അപ്പം മിക്കവാറും ഞാൻ ഒരു പ്ലേറ്റ് തന്നെ എടുക്കും. പിന്നെ മോനൂട്ടിനെ കിടത്തി ഉറക്കി അവൻ ഉറങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് കുളിക്കണം, അപ്പോൾ അതിന് മുന്നേ ഒരു ഫേസ് പാക്ക് ഇടാമെന്ന്. ഇത് വന്നിട്ട് നമ്മുടെ ഈ ഓട്സ് പൊടിച്ചതും നമ്മുടെ കസ്തൂരി മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു മാസ്കാണ്. നല്ല മാസ്കാണ് കേട്ടോ, എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു മാസ്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ചെറുതായിട്ട് പച്ചവെള്ളം ആഡ് ചെയ്തിട്ടാണ് കുഴച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഫേസിലൊക്കെ ഇട്ട് കുറച്ച് ദിവസമായി കേട്ടോ പാക്ക് ഇട്ടിട്ട്. അപ്പോൾ എനിക്ക് പൊതുവേ മടിയാണ് പാക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിങ്ങനെ കാണിക്കുമ്പം നിങ്ങളും കൂടി കാണിക്കുമ്പോൾ ഞാൻ ഇടുമല്ലോ, അങ്ങനെ പാക്കെല്ലാം ഇട്ട്. പിന്നെ നമ്മൾ ഫേസിലിടുമ്പോൾ നമ്മൾ നെക്കിലും കൂടി ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഞാൻ നെക്കിലും ഇടുന്നുണ്ട്. ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റൊക്കെ ഇട്ടിരുന്നാൽ മതി കേട്ടോ. പാക്ക് ഒരിക്കലും ഇറുകുന്ന രീതിയിൽ വെക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ഇറുകുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് വലിഞ്ഞ് നമ്മൾ പിന്നെ എന്തെങ്കിലും മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് ചിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആകുമ്പോഴത്തേക്കും പിന്നെ ഫൈൻ ലൈൻസും റിങ്കിൾസൊക്കെ വരും കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഒരു പാക്ക് ഇട്ടതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കൂടുതൽ ഇരിക്കേണ്ട കേട്ടോ. ഒരു 10 മിനിറ്റ് ഒക്കെ ഇരുന്നാൽ മതി. ജസ്റ്റ് ഒന്ന് ഇതാകുമ്പോഴത്തേക്കും നമുക്കത് വാഷ് ഔട്ട് ചെയ്യാം. ഞാൻ തണുത്ത വെള്ളത്തിലാണ് വാഷ് ചെയ്തത്. വച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു ആവശ്യമായിട്ട് പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത്, സത്യം പറഞ്ഞാൽ നൈറ്റി ഇട്ട് എനിക്ക് ആദ്യം നൈറ്റി ഒന്നും ഇടാൻ വലിയ താല്പര്യമില്ലായിരുന്നു കേട്ടോ. നൈറ്റി ഇട്ടതിന് ശേഷം എനിക്ക് ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. ഡ്രസ്സ് രാത്രി ഇട്ടിട്ട് കിടക്കാൻ ഏറ്റവും അടിപൊളിയാണ് കേട്ടോ. നന്നായിട്ട് നമുക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യാം, നന്നായിട്ട് ബ്രീത്തബിളാണ് ഡ്രസ്സ് എന്ന് പറയണത്. ഭയങ്കര കംഫർട്ടാണ്. പിന്നെ റെഡിയായി പോവുകയാണേ. പിന്നെന്താണ്, നമ്മൾ പോണ വഴിക്ക് തന്നെ ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. മോനുവിനാണെങ്കിൽ പിടിക്കണമെന്നും ഇഷ്ടമില്ല, വണ്ടിയിൽ ഇങ്ങനെ നിൽക്കണേന്ന് ഇഷ്ടം, എന്നാലും ഞാൻ പിടിച്ചിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഇഡ്ഡലിയും ചമ്മന്തിയും അവന് കൊടുക്കണത് വേണ്ട തനിയെ കഴിച്ചോളാം എന്നാണ് ഈ പറയണത്. എന്നിട്ട് കുറച്ചൊക്കെ കഴിച്ചോളൂ കേട്ടോ. പിന്നെ ബാക്കി ഫുള്ളും ഞാൻ ഒരെണ്ണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിലെത്തി. പിന്നെ അവനാണെങ്കിൽ കുറച്ച് കാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ കാറിൻ്റെ കൂടെ ആയിരുന്നു കളി ഫുള്ളും. അതുള്ളത് കൊണ്ട് അവന് സമയം പോയി കേട്ടോ. പിന്നെ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ബീച്ചും കാര്യങ്ങളും പിന്നെ കായലും കടലും കൂടി ചേരുന്നൊരു ഭാഗം കണ്ടു കേട്ടോ. നല്ല രസം കേട്ടോ. ഞാൻ ഈ കണ്ടുകൊണ്ടിരുന്നതിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. എന്തൊരു ഭംഗിയായിരുന്നു കണ്ടിരുന്നു, ഞാൻ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ലവ് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.